എല്ലാവർക്കും നമസ്കാരം. ഒരു അടിപൊളി റെയിൻബോ കേക്കിൻ്റെ റെസിപ്പിയുമായാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ചോക്ലേറ്റ് കേക്ക് വെച്ചാണ് നമ്മളിത് ചെയ്യണത്. അപ്പോൾ നമുക്ക് ആദ്യം ചോക്ലേറ്റ് കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ഒരു 1/4 കപ്പ് മൈദമാവ് ആവശ്യമാണ്. അത് ഞാനിവിടെ അരിപ്പയിലേക്ക് ആഡ് ചെയ്യുകയാണ്. നമുക്കിത് നന്നായിട്ട് അരിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ 250 ml കപ്പിൻ്റെ അളവിൽ 1/4 കപ്പ് മൈദമാവ് ഇതിലേക്ക് ആഡ് ചെയ്യാണ്. ഇനി നമുക്ക് വേണ്ടത് ബേക്കിംഗ് പൗഡറാണ്. അതായത് ബേക്കിംഗ് പൗഡർ 1/2 സ്പൂണ് ബേക്കിംഗ് പൗഡർ. ബേക്കിംഗ് സോഡ ആവശ്യമുണ്ട്, അത് പിന്നെടുക്കാം. ബേക്കിംഗ് പൗഡർ 1/2 സ്പൂണ്. അതിനുശേഷം കൊക്കോ പൗഡറും അതുപോലെ 250 ml കപ്പിൻ്റെ അളവിൽ 1/4 കപ്പ് കൊക്കോ പൗഡറാണ് ഞാനിതിലേക്ക് ആഡ് ചെയ്യണത്. ഇനി നമുക്ക് നന്നായിട്ട് അരിച്ചെടുക്കണം. നമ്മൾ ഒത്തിരി കേക്കിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മളെല്ലാം വിശദമായിട്ട് പറയേണ്ടത്, എന്നാലും ഞാൻ ജസ്റ്റ് ഇതിലൊന്ന് കാണിക്കുകയാണ് എല്ലാതും. അപ്പോൾ നമുക്കിത് നന്നായിട്ട് അരിച്ചെടുക്കണം. 2-3 പ്രാവശ്യം അരിച്ചെടുക്കേണ്ടതാണ്. ഞാനിത് മുന്നേ അരിച്ച് വെച്ചതാണെങ്കിലും നിങ്ങൾക്ക് കാണിക്കാനായിട്ട് ഞാൻ ഒന്നും കൂടെ അരിക്കുകയാണ്. അപ്പോൾ നമുക്കിങ്ങനെ അരിക്കണ സമയത്ത് ഇതിൽ കട്ടകളൊക്കെ വരും. അപ്പോൾ കട്ടകളൊക്കെ മാറ്റണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് നന്നായിട്ട് അരിച്ചെടുക്കാം. നമ്മളിത് 2-3 പ്രാവശ്യമായിട്ട് നന്നായിട്ട് അരിച്ചെടുത്ത് കഴിഞ്ഞു. അതിൽ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ കട്ടകളൊക്കെ മാറ്റി കഴിഞ്ഞു. അതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് മുട്ട ആവശ്യമുണ്ട്, അതുപോലെ പൊടിച്ച പഞ്ചസാര അല്ലെങ്കിൽ ഐസിങ് ഷുഗറൊക്കെ ആവശ്യമുണ്ട്. അതൊക്കെ എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. അതിനായിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഞാൻ 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അത് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ടാണ് ഇത് ചെയ്യണത്. അതില്ലാത്തവർക്ക് വിസ്കോ അല്ലെങ്കിൽ സ്പൂണോ മിക്സിയുടെ ജാർ ഉപയോഗിച്ചിട്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് ഇതിപ്പോൾ യെല്ലോഷ് കളറാണല്ലോ, അത് ഒരു വൈറ്റ് കളറായിട്ട് നമുക്ക് എടുക്കണം. എങ്കിലാണ് നല്ല പെർഫെക്റ്റ് കേക്കായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. നമുക്കിനി ഇതിലേക്ക് പഞ്ചസാര പൊടിച്ചതോ അല്ലെങ്കിൽ ഐസിങ് ഷുഗറോ ആഡ് ചെയ്യാം. ഞാനിതിലേക്ക് ഐസിങ് ഷുഗറാണ് ഇപ്പോൾ ആഡ് ചെയ്യണത്. അതൊരു 250 ml കപ്പിൻ്റെ അളവിൽ 1/4 കപ്പ് ഐസിങ് ഷുഗർ ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. നന്നായിട്ട് ബീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നല്ലൊരു ക്രീം പരുവായിട്ട് നമുക്ക് കിട്ടണം. അപ്പോൾ അതുവരെയ്ക്കും നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. നമ്മളപ്പോൾ ബീറ്റ് ചെയ്ത് കറക്റ്റായിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ മൈദമാവും മറ്റും അരിച്ചു വെച്ചതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യാൻ മറന്നു. ഞാനൊരു നുള്ളു ഉപ്പ് ഇപ്പോൾ അതിലേക്ക് ആഡ് ചെയ്യാണ്. ഞാനിത് കേക്ക് ഡെക്കറേറ്റ് ചെയ്യുന്നത് വിപ്പിംഗ് ക്രീം ഉപയോഗിച്ചിട്ടല്ല, ബട്ടർ ക്രീം ഉപയോഗിച്ചിട്ടാണ്. അപ്പം നിങ്ങൾ ബട്ടർ ക്രീം തയ്യാറാക്കുമ്പോൾ അതിലേക്ക് നിങ്ങൾ എടുത്തിട്ടുള്ള ബട്ടർ സോൾട്ടഡ് ബട്ടർ ആണെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതല്ല, അൺസോൾട്ടഡ് ബട്ടർ ആണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഉപ്പ് ആഡ് ചെയ്താൽ മതി. ബീറ്റ് ചെയ്ത് വെച്ച മുട്ടയുടെ കൂട്ടിലേക്ക് നമുക്ക് 1 സ്പൂണ് വാനില എസൻസ് ആഡ് ചെയ്യാം. അതിനുശേഷം അതിലേക്ക് ബേക്കിംഗ് സോഡ ആഡ് ചെയ്യേണ്ടതുണ്ട്. അതിനായിട്ട് ഞാൻ 1 സ്പൂണ് വിനാഗിരി എടുത്തിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് ഒഴിക്കുകയാണ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ മുട്ടയുടെ സ്മെല്ല് നമുക്ക് ഉണ്ടാവില്ല, നല്ല പെർഫെക്റ്റ് കേക്കും കിട്ടും. അതിനാണ് ഞാനിത് ചെയ്യേണ്ടത്. ഇത് ഓപ്ഷനിലാണ്, താല്പര്യമുള്ളവർക്ക് ചെയ്താൽ മതി. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളിവിടെ അരിച്ചു വെച്ചിട്ടുള്ള കൊക്കോ പൗഡറും മൈദയൊക്കെ ഉള്ള കൂട്ട് നമുക്കിതിലേക്ക് അല്പാൽപ്പം ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കറക്റ്റ് ആക്കാം. ഇത് മിക്സ് ചെയ്യണ സമയത്ത് നിങ്ങൾക്ക് കട്ടി തോന്നുകയാണെങ്കിൽ അതിലേക്ക് ആവശ്യാനുസരണം പാല് ആഡ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഒരുപാട് കേക്കിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ എല്ലാം വിശദമായിട്ട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിൽ അത്ര വിശദമായിട്ട് കാണിക്കുന്നില്ല. അപ്പോൾ വീഡിയോ കാണാത്തവർ ദയവായി അത് കണ്ട് മനസ്സിലാക്കണം. നമ്മൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഈ ബാറ്റർ തയ്യാറാക്കി എടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ബാറ്റർ കറക്റ്റായിട്ടുണ്ട്. ഇനി നമ്മൾ എല്ലാ വീഡിയോയിലും ചെയ്യണ പോലെ തന്നെ ഒരു ഫ്രൈ പാനിൽ ഒഴിച്ചിട്ടാണ് ഞാനിത് ചെയ്യണത്. അപ്പോൾ ഫ്രൈ പാനിലേക്ക് ഒഴിക്കുക, അത് ടാപ്പ് ചെയ്യുക, അടയ്ക്കുക, അതിൻ്റെ മേലെ ഒരു വെയിറ്റ് വയ്ക്കുക. 20-25 മിനിറ്റിനുള്ളിൽ നമുക്കിത് ബേക്ക് ചെയ്ത് കിട്ടും. അപ്പോൾ ഇത് ചെയ്യണേക്കാൾ മുമ്പ് നമ്മൾ എപ്പോഴും ചെയ്യണ പോലെ തന്നെ ഒരു ഇരുമ്പ് തട്ടെടുത്തിട്ട് ഒരു 10 മിനിറ്റ് നേരം നന്നായിട്ട് ചൂടാക്കി വെച്ചിരിക്കണം. അതായത് നമ്മൾ ഈ ബാറ്റർ തയ്യാറാക്കണേക്കാൾ മുമ്പായിട്ട് ഇരുമ്പ് തട്ട് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരം നന്നായിട്ട് ചൂടാക്കി ആ ഇരുമ്പ് തട്ടിലേക്ക് വേണം നമ്മൾ ഈ ബാറ്റർ വെച്ച് ബേക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അന്നേരം നമ്മളിതിൽ ലോ ഫ്ലെയിമിലാണ് ഇടുന്നത്. ഏറ്റവും സ്ലോവിലിട്ടതിന് ശേഷം 20-25 മിനിറ്റിനുള്ളിൽ നമുക്കിത് കറക്റ്റായിട്ട് കിട്ടും. അങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് കേക്ക് വെന്ത് കറക്റ്റായിട്ടുണ്ട്. നമുക്കിനി ഇത് കട്ട് ചെയ്തിട്ട് ഇത് ഡെക്കറേറ്റ് ചെയ്യണം.
ഇത് വലിയ കേക്ക് ആയതുകൊണ്ട് 4 പീസായിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് 4 സ്റ്റെപ്പ് വരും. അതുപോലെ തന്നെ 4 കളറും 4 ഫ്ലേവറിലുമാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതായത് ഏകദേശം ഒരു റെയിൻബോ കേക്ക് പോലെയാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 4 വ്യത്യസ്ത ഫ്ലേവറിൽ 4 കളറിലാക്കിയിട്ട് നമ്മൾ ഈ കേക്ക് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാനിതിൽ വിപ്പിംഗ് ക്രീം അല്ല അപ്ലൈ ചെയ്യണത്, അതിന് പകരം ബട്ടർ ക്രീമാണ് അപ്ലൈ ചെയ്യണത്. അപ്പോൾ നമ്മൾ ബട്ടർ ക്രീം എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ നമ്മൾ ഇതിന് മുന്നേ ഇട്ടിരുന്നു. കാണാത്തവർ ദയവായി അത് കാണണം, ട്രൈ ചെയ്യണം. അതുപോലെ ഐസിങ് ഷുഗർ ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്തിരുന്നു, അതും ദയവായി കാണണം. പിന്നെ വിപ്പിംഗ് ക്രീമിനാണ് ബട്ടർ ക്രീമിനേക്കാളും സ്വല്പം കൂടി ടേസ്റ്റ് കൂടുതൽ കിട്ടുക. പക്ഷേ ബട്ടർ ക്രീം വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി ലാഭമാണ്. മാത്രമല്ല മെൽറ്റ് ചെയ്യണത് കുറച്ച് കുറവാണ്. നമുക്ക് വിപ്പിംഗ് ക്രീം പലർക്കും കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാണ്. അതുപോലെ അതിന് ഒത്തിരി പൈസയും കൂടുതലാണ്. ബട്ടർ ക്രീമിനാകുമ്പോൾ നമുക്ക് അത്ര പൈസ വരില്ല എന്ന് മാത്രമല്ല, നമുക്കത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വിപ്പിംഗ് ക്രീമിൻ്റെ അത്ര തന്നെ മെൽറ്റ് ആവില്ല. നമുക്കിനി ഇതിലേക്ക് 1 ടീസ്പൂണ് വാനില എസൻസ് ഒഴിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. 1-2 സ്പൂൺ വാനില എസൻസ് ഒഴിക്കാം. പക്ഷേ ഞാനിതിൽ വേറെ ഫ്ലേവറുകളും കളറൊക്കെ ചേർക്കുന്നതുകൊണ്ട് ഇപ്പോൾ 1 സ്പൂണാണ് ഒഴിക്കണുള്ളൂ. അതിനുശേഷം നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. മുമ്പ് ബീറ്റ് ചെയ്ത് വെച്ചതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്താൽ മതി. ഇത് ബീറ്റ് ചെയ്ത് കറക്റ്റായി. അപ്പോൾ ഈ ബട്ടർ ക്രീമിൻ്റെ അളവ് എങ്ങനെയാണെന്ന് വെച്ചാൽ 250 ഗ്രാം ബട്ടറാണ് ഞാനിതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഐസിങ് ഷുഗർ തയ്യാറാക്കാനായിട്ട് ഞാൻ 250 ml കപ്പിൻ്റെ അളവിൽ 1.5 കപ്പ് പഞ്ചസാര എടുത്തിട്ട് ഐസിങ് ഷുഗർ ഉണ്ടാക്കിയിട്ട് രണ്ടും കൂടെയിട്ടുള്ള ആണിത്. അപ്പോൾ അത് നമുക്ക് 2 കിലോൻ്റെ ഒരു കേക്കിനാണ് ഞാനിത് എടുത്തിരിക്കുന്നത്. നമുക്കിത് കേക്ക് ചെയ്തതിന് ശേഷം നമുക്കിതിൽ ബാക്കി വന്നു അഥവാ നമുക്കിനി ആവശ്യം വന്നോ എന്നുള്ളതൊക്കെ നോക്കാം. നമ്മൾ ആദ്യം പിസ്ത കളറാണ് ചെയ്യണത്. ഇത് പിസ്ത എസൻസ് ആണ്. ഇതിൽ എസൻസ് മാത്രമേ ഉള്ളൂ, കളറില്ല. പക്ഷെ നമ്മളിൽ വേറെ കളറ് ഉള്ളതുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നെങ്കിൽ നമ്മൾ കളറ് ആവശ്യമില്ലെന്നുണ്ടെങ്കിൽ പിസ്ത എസൻസ് മാത്രം ചേർക്കുക. കളർ കൂടെ വേണമെന്നുണ്ടെങ്കിൽ കളർ ആഡ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് ആവശ്യാനുസരണം ബട്ടർ ക്രീം ആഡ് ചെയ്തിട്ട് അതിലേക്ക് നമുക്ക് പിസ്ത കളറ് ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പം പിന്നെ ഇതിപ്പോൾ കണ്ടു പിസ്ത ഫ്ലേവർ ആകുമ്പോൾ ഇങ്ങനെ കളറില്ല പിസ്ത. അപ്പോൾ ഇത് 2 രീതിയിലുണ്ട്. നിങ്ങൾക്ക് 2 ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്ത് നമ്മൾ യെല്ലോ കളർ, അതായത് ബദാം മിൽക്കിൻ്റെ ഫ്ലേവറും കളറൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അത് വളരെ ടേസ്റ്റാണ്. അപ്പോൾ നമുക്കത് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ 4 വ്യത്യസ്ത ഫ്ലേവറിലുള്ള 4 കളറുകളിലുള്ള ക്രീമുകൾ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് കേക്കിലേക്ക് അപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മൾ മറ്റുള്ള കേക്കുകളൊക്കെ ചെയ്ത പോലെ തന്നെ നമ്മൾ കേക്ക് വെക്കുന്നു. അതിലേക്ക് നമുക്ക് പഞ്ചസാര സിറപ്പ് ആഡ് ചെയ്യാം. അതിനുശേഷം ഓരോ ഫ്ലേവറുകൾ ഓരോ കളറുകളായിട്ട് നമുക്ക് ഇതിലേക്ക് ക്രീം അപ്ലൈ ചെയ്തിട്ട് ഓരോ സ്റ്റെപ്പായി വെച്ച് നമുക്ക് ഇത് ചെയ്തെടുക്കാം. ആദ്യത്തെ പിസ്ത ഫ്ലേവർ കഴിഞ്ഞു. അതിന് ശേഷം നമ്മൾ വേറൊരു കേക്ക് വെച്ചിട്ട് അതിലേക്ക് പഞ്ചസാര സിറപ്പ് ആഡ് ചെയ്തു. അതിന് ശേഷം നമ്മൾ അതിലേക്ക് ഇപ്പോൾ ബദാം മിൽക്കിൻ്റെ ഫ്ലേവറുള്ള ക്രീം അപ്ലൈ ചെയ്യാണ്. അതിനുശേഷം നമുക്ക് ഒരു കേക്കും കൂടെ വെച്ച് അതിലേക്ക് പഞ്ചസാര സിറപ്പ് ആഡ് ചെയ്ത് നമുക്ക് സ്ട്രോബെറി ഫ്ലേവർ അപ്ലൈ ചെയ്യാം. അതിനുശേഷം നമ്മൾ വീണ്ടും ഒരു കേക്ക് വെക്കുന്നു. അതിലേക്ക് പഞ്ചസാര സിറപ്പ് ആഡ് ചെയ്യണം. പിന്നീട് നമ്മൾ വീണ്ടും ഇതിലേക്ക്
പിസ്ത ഫ്ലേവർ തന്നെയാണ് ആഡ് ചെയ്യണത്. പിന്നീട് നമ്മൾ അതിൻ്റെ മേലേക്ക് ബട്ടർ ക്രീമും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ ടോപ്പ് വശം വെള്ള കളറിലാണ്, അതായത് ബട്ടർ ക്രീമും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൽ നമ്മൾ ഫ്ലവേഴ്സാണ് വരയ്ക്കുന്നത്. അപ്പോൾ അത് ചെറിയ ചെറിയ പൂക്കളുകൾ വരയ്ക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു നോസിലെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഓരോ ഫ്ലേവറിലുള്ള ക്രീമുകൾ നിറയ്ക്കുകയാണ്. അതിനുശേഷം നമ്മൾ കേൾക്കുമ്പോൾ ഓരോ ഫ്ലേവർ ക്രീം അപ്ലൈ ചെയ്തിട്ടുണ്ടല്ലോ, അതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ ഓരോ കളറിലുള്ള പൂക്കൾ നമ്മൾ ചെയ്യാണ്. നമ്മൾ ഏറ്റവും അടിയിൽ ഒരു പച്ച ബോർഡർ കൊടുത്തു, അതിന് ശേഷം മഞ്ഞ പൂക്കൾ ചെയ്തു. ഇനി ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്നത് ചുമപ്പ്, അതായത് നമ്മുടെ സ്ട്രോബെറി ഫ്ലേവർ വെച്ചിട്ടുള്ളതാണ് ചെയ്യണത്. അതിനുശേഷം നമുക്ക് ബട്ടർ ക്രീം വെച്ചിട്ട് വെള്ള പൂക്കളും കൂടെ ചെയ്യാം. എനിക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ അത്രയ്ക്കൊന്നും അറിയില്ല, എനിക്ക് അറിയണ പോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങളിതിലും ഭംഗിയായിട്ട് ഡെക്കറേറ്റ് ചെയ്യണം. ഞാനൊരു ഏകദേശം ഒരു രീതി നിങ്ങൾക്ക് കാണിച്ചു തന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഒരു റെയിൻബോ കേക്ക്, ഏകദേശമുള്ള റെയിൻബോ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ 4 വ്യത്യസ്ത ഫ്ലേവറും 4 വ്യത്യസ്ത കളറാണ് ഇതിനെടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ ഉള്ളിലും അത് അങ്ങനെ വ്യത്യസ്ത ഫ്ലേവറിലാണ് നമ്മൾ ചോക്ലേറ്റ് കേക്ക് ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിലും നല്ല ഭംഗിയിൽ നിങ്ങൾ ഡെക്കറേറ്റ് ചെയ്യണം, അതുപോലെ നല്ല ഫിനിഷിംഗ് ആക്കി ചെയ്യണം. അപ്പോൾ എനിക്കറിയണ പോലെ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചതന്നേ ഉള്ളൂ. ഇത് 2 കിലോൻ്റെ വെയിറ്റ് ഉണ്ട്. ഞാൻ ഇത് കഴിഞ്ഞിട്ട് വെയിറ്റ് നോക്കിയിരുന്നു. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ് ചെയ്യാനായിട്ട്, ഇത്തിരി ക്ഷമ വേണമെന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ആക്ച്വലി ഇതെൻ്റെ മോൾക്ക് ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ട് തയ്യാറാക്കിയതാണ്. അവിടെ ചെന്നിട്ട് കട്ട് ചെയ്തിട്ട് അവർക്ക് മെൽറ്റൊന്നും ആയില്ല. വളരെ ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാവരും വിളിച്ചു പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്തണം. നിങ്ങൾക്കിതുമായി ബന്ധപ്പെട്ട എല്ലാ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ മെയിൽ ID യിലേക്ക് മെയിൽ ചെയ്താലും മതി. നന്ദി.